കണ്ടില്ലേ, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ തരാം. ആദ്യം യവന തന്നെ ഇരിക്കട്ടെ. അച്ഛനെ, ഞാൻ ഈ കാണുന്ന ആളല്ല. അച്ഛന്റെ ഉള്ളിൽ എന്തൊക്കെയോ ക്രൂരതകളുണ്ട്. നസീറിന്റെ ബോഡി എവിടെയാ ഒളിപ്പിച്ചു വെച്ചെന്നുള്ള എന്റെ ചോദ്യത്തിന് അച്ഛന്റെ കൈ മറുപടി ഇല്ലാത്തതും ആ ക്രൂരത ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാ. നീ പറഞ്ഞതെല്ലാം ശരിയാ. നിന്റെ അമ്മ ഞാൻ കൊന്നു. വെട്ടി നുറുക്കി ചാക്കിലാക്കി ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റും? നീ കേസ് കൊടുക്കോ? എന്നാ കൊണ്ടുപോയി കേസ് കൊടുക്കടി, അവരന്വേഷിക്കട്ടെ. നിക്ക്, ഞാൻ അച്ഛനെതിരെ കേസ് കൊടുത്ത അവരച്ഛനെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അരുതാത്ത സത്യങ്ങൾ അച്ഛനിൽ നിന്ന് പുറത്തു വരുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്റെ ഈ വരവ്. ഈ വരവിൽ എനിക്ക് കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോകേണ്ട വഴിക്ക് ഞാൻ പോവും. കാരണം എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തിയേ ഒക്കൂ. എന്റെ അമ്മ തന്ന ഭിക്ഷയാണ് എന്റെ ഈ ജോലി. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ഈ പദവി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ കളക്ടർ ശാലിനിക്ക് എന്ത് വിലയായി സമൂഹത്തിൽ ഉണ്ടാവുക? ദേ, അമ്മയ്ക്ക് വേണ്ടി അച്ഛനെ കുരുതി കൊടുത്തു എന്നുള്ള പേര് എനിക്ക് വാങ്ങിത്തരരുത്. നീ ശ്രമിക്കേ. നിന്റെ ഔദ്യോഗിക പദവിയുടെ കനം മുഴുവൻ ഉപയോഗിച്ച് നീ ശ്രമിക്കേ. പിടികൊടുക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കാം. അപ്പൊ കുറ്റവാളിയാണെന്ന് സ്വയം അങ്ങ് ഉറപ്പിച്ചു. മക്കളെല്ലാരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചാ പിന്നെ ആ നെറ്റിപ്പെട്ട എടുത്ത് ചാർത്താരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി ഒരേ സ്വരത്തിൽ മുറവിളി കൂട്ടുമ്പോഴും എന്നിലെ ഭർത്താവ്, എന്നിലെ അച്ഛൻ, നിങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പോകുന്നൊരു മറുപടി എന്നിലുണ്ട്. അതുമാത്രം മതി എനിക്ക് എൻ്റെ മനസാക്ഷി കോടതിയെ വിശ്വസിപ്പിക്കാൻ. എനിക്കത് മാത്രം മതി. ദേ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനല്ല ഇവിടെ വന്ന് നിങ്ങളുടെ അമ്മയെ കൊണ്ടുപോയത്. അച്ഛനെ, അച്ഛൻ കള്ളം പറയാ. ഓ, ഒരുപാട് തന്ത്രങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന തന്ത്രജ്ഞനാ അച്ഛൻ. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിന്റെ വഴി നോക്ക്, ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം. അച്ഛനാണ് അമ്മയെ വന്ന് കൂട്ടിക്കൊണ്ടു പോയതെന്ന് നിങ്ങൾ കണ്ടു എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയത് അച്ഛനല്ല അല്ലേ? അല്ല അല്ല അല്ല, ഇവര് വെറുതെ. ശരി, നേരായ വഴിക്ക് അച്ഛൻ വരുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് എന്റെ വഴി, അച്ഛന് അച്ഛന്റെ വഴി. ഒരുങ്ങിക്കോ, ഇനി വരുന്നതെല്ലാം നേരിടാൻ. നിനക്കെന്താടാ കിട്ടിയതൊന്നും പോരെ? താണ്ടേ, നിങ്ങൾ വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് പോകുന്നുണ്ടെങ്കിൽ സുസ്മതി കൊടുത്ത വാക്ക് ഞാനങ്ങ് മറക്കും. സ്വാമി സ്വരൂപാനന്ദയുടെ മുന്നിലേ ഞാൻ സകല കാര്യങ്ങളും അങ്ങ് പറയും. പിന്നെ നിങ്ങളെ ഒരു പരിപാടി ഇവിടെ നടക്കൂലേട്ടാ. നീ പറയില്ല, പറയാൻ നിന്റെ നാക്ക് ചലിക്കില്ല. ഉപേന്ദ്രന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഉപേന്ദ്രൻ നിറവേറ്റുകയും ചെയ്യും. തടസ്സമായിട്ട് ആര് വന്നാലും ആ തടസ്സം ഇലയ്ക്കും മുള്ളിനും കേടുവരാത്ത വിധം പറിച്ചു മാറ്റുകയും ചെയ്യും.
ഭീഷണിയാണോ? ഏ? ഭീഷണി എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് തന്നോളം പോകുന്നവരോടാ. നീ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. സുസ്മിതയുടെ തണലിൽ ജീവിക്കുന്ന ഒരു ശിശു. അതിന്റെ അപ്പുറത്തേക്ക് നീ എന്റെ മുമ്പിൽ ഒന്നുമല്ല. മതി, നിർത്ത്. അതെ, നമ്മൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇതൊരു ആശ്രമമാണ്. സ്വാമി അറിഞ്ഞാൽ ഇതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനീ സ്വാമിയെ പേടിക്കണം? പേടിക്കേണ്ടത് നിങ്ങളല്ലേ. ഞാൻ ഔട്ട്സൈഡറാണ്. എനിക്കിവിടെ എന്തും കാണിക്കാം. എന്നെ ഇവിടെ ഒരാളും ചോദ്യം ചെയ്യാൻ വരികയും ചെയ്യരുത്. കേട്ടാ പറഞ്ഞത്? ജസ്റ്റ് ആയിട്ട് വിളിച്ചാൽ മാത്രം പോരാ. പരിപാവനമായിട്ടുള്ള ഈ ആശ്രമ മുറ്റത്തിലേക്ക് കയറി വരാൻ യോഗ്യത ഉള്ളവനാണോ എന്ന് നീ തിരക്കിയിട്ട് വേണം ഇതുപോലുള്ളവന്മാരെയൊക്കെ വിളിച്ചു കയറ്റാൻ. ഇല്ലെങ്കിലേ സ്വന്തം കൂടി എപ്പ തോണ്ടിന്ന് ചോദിച്ചാൽ മതി. സുസ്മിതേ, എന്റെ തലക്കടിച്ച അടക്കം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. അത് നിന്നെ ഒരാളെ ഓർത്ത് മാത്രമാണ്. പക്ഷെ ഇയാളെ ഇനി ഇവിടെ നിർത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നല്ല സ്പഷ്ടമായിട്ട് പറയാം, നീയും ഈ ആശ്രമത്തിൽ നിന്ന് പുറത്തു വേണ്ടി വരും. ദാ, ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. ഞാനിവിടെ ഉണ്ടെന്ന് സത്യഭാമയെ വിളിച്ചു പറഞ്ഞ നീയാണല്ലടാ. ആണെങ്കിൽ ആണെങ്കിൽ താൻ എന്ത് ചെയ്യോടോ? അതെ, ഇതുവരെ ചെയ്തൊക്കെ ഞാനങ്ങ് മറക്കാൻ ക്ഷമിക്കുകയും ചെയ്താ. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവുന്നില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? കൊല്ലുവോ? പറയടാ, കൊല്ലുവോന്ന്? വേണ്ടി വന്നോ കൊല്ലൂടോ? അതിനു മുമ്പ് നിന്നെ ഞാനങ്ങ് കൊല്ലു. ഇനി നീ ഭൂമിയിൽ വേണ്ട. എന്തേ കാണിക്കുന്നേ? എന്റെ ലക്ഷ്യങ്ങൾ ഞാൻ നിറവേറ്റി കഴിഞ്ഞു. ഇനി എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല. രണ്ടെണ്ണത്തിനെ ഇവിടെ ഇട്ട് തീർത്ത് ഒടിയും തട്ടി ഉപേന്ദ്രൻ ഇവിടെ നിന്ന് മുങ്ങിയാ പിന്നെ പൊങ്ങുന്നത് മലേഷ്യയിലായിരിക്കും. കണ്ടില്ലേ, എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി നിങ്ങൾക്ക് കിട്ടേണ്ടത് ഞാൻ തരാം. ആദ്യം യവന തന്നെ ഇരിക്കട്ടെ. അയ്യോ, അയ്യോ. നിനക്ക് രാഘവൻ സാറിന്റെ വീടും പറമ്പ് വേണമല്ലേ? സത്യഭാമയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് നിനക്ക് ഇറക്കി വിടണമല്ലേ? എന്നിട്ട് നിനക്ക് അങ്ങ് മലേഷ്യക്ക് അങ്ങ് പോണമല്ലേ?